കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹൗസ് ബോട്ടില് അപർണയും അജാസും കൂടെ കയറിപ്പോയി കഴിയുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കിഷോർ കരക്കി നിൽക്കുവാണ്. ഈ സമയത്ത് ഒരു ലോട്ടറി വെക്കുന്ന ആൾ അവിടെ അരികെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളോട് ചോദിച്ചു, ഇനി എപ്പോഴാ ആ ഹൗസ് ബോട്ട് തിരികെ വരുന്നതെന്ന് ചോദിക്കുക. അതിപ്പോഴെങ്ങും വരില്ല സാറ്, ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഇനിയിപ്പോൾ എടുക്കാൻ മാത്രമേ ആ ബോട്ടിങ്ങോട് വരുള്ളൂ. ഒരു കാര്യം ചെയ്യാം, സാറിന് അക്കരയ്ക്ക് പോകണമെങ്കിൽ സാർ അങ്ങോട്ട് വിളിച്ച് റിസോർട്ടിലേക്ക് വിളിച്ച് റൂം ബുക്ക് ചെയ്യാൻ പറയാണ്. അത് നടക്കില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, വേറെ എന്താ കാര്യം? അല്ല, വേറെ എങ്ങനെയെങ്കിലും അവിടെ എത്താനുള്ള വഴിയുണ്ടോന്ന് ചോദിക്കും. ഒരു വഴിയുണ്ട്. എന്താ? സാറ് കായലിലേക്ക് ചാടുക, കായലിലേക്ക് ചാടി നീന്തി അക്കരെ ചെന്നാൽ മതി, പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടതും കിഷോർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ആദ്യം ഒരു കവർ മേടിച്ചിട്ട് കവറിനകത്തേക്ക് ഫോൺ അങ്ങ് പൊതിഞ്ഞ് പോക്കറ്റിനകത്തേക്ക് വെച്ചു. പിന്നെ ഒരു ഷർട്ടൊക്കെ ഊരി ഓടിയിട്ടിട്ട് നേരെ കായലിനകത്തേക്ക് അങ്ങോട്ട് ചാടുവാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ചോട്ടേക്കാരൻ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ചാകാൻ വേണ്ടി ഓരോരുത്തന്മാരൊക്കെ ഇറങ്ങിയിരിക്കും. പിന്നെ കിഷോറ മറുകരയ്ക്ക് നീന്തുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വരുൺ വന്നിട്ട് ഇന്ദ്രനോട് ചോദിച്ചു, റിസോർട്ടിന്റെ മാനേജറാണ് ഇന്ദ്രൻ. ഇന്ദ്രനോട് ചോദിച്ചു, അല്ല, ഇത്ര സമയമായി ഇതുവരെ ആയിട്ടും എന്റെ തലയ്ക്കടിച്ച് ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലേ? നിങ്ങളുടെ റിസോർട്ടിന്റെ ഉത്തരവാദിത്തം അത്രയല്ലോ ഉള്ളല്ലെന്ന് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞങ്ങള് പോലീസിനെ വിളിക്കും. ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. എനിക്കറിയാം എന്ത് ചെയ്യാണെന്ന്. ഞങ്ങൾക്ക് നല്ല പോലീസിലൊക്കെ ഞങ്ങൾക്ക് നല്ല പിടിപാടുള്ളതെന്ന് പറയാം. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, സാർ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളായിട്ട് പോലീസിനെ വിളിച്ചോളാം. സാറ് ബുദ്ധിമുട്ടണ്ട. സാറിന്റെ തലക്കടിച്ച് ആരാണെങ്കിലും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുമെന്ന് പറയാം. ഈ സമയം അങ്ങോട്ട് കൊട്ടും കുരവയൊക്കെ കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുലികൾ അങ്ങോട്ട് വരുവാണ്. 2 പുലികൾ അങ്ങോട്ട് വരുക. അവരങ്ങോട്ട് വരുന്ന പെട്ടെന്ന് വരും ചോദിച്ചു, ഇതെന്താ ഈ പുലികളൊക്കെ ഇങ്ങോട്ട് ഈ സമയത്ത് വരുന്നേ? ഓണ സീസൺ കഴിഞ്ഞല്ലോ എന്ന് പറയാം. അതെ, ഇവരിത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ റിസോർട്ട് വരുന്നവരെയൊക്കെ ഞങ്ങൾ സന്തോഷിപ്പിക്കാറുണ്ട് സാർ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇറക്കിയിരിക്കാന്ന് പറയാണ്. ഓ അങ്ങനെ. പിന്നീട് അവരങ്ങോട്ട് വരുവാണ്. അജാസോ അവർണികയായിരുന്നു. അജാസോ അവർണയെ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ നിൽപ്പ്. പെട്ടെന്ന് അവർണിക എന്തേ കെയർഫുൾ ആയിരിക്കണം, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടില്ല. ഇനിയിപ്പം ഗോവിന്ദ് സാറും ഗീതു ഇവിടുന്ന് പോയതിന് ശേഷം നമ്മളെ കണ്ടാലും കുഴപ്പമില്ല, അതിനു മുമ്പ് നമ്മളെ കാണില്ലെന്ന് പറയണം. ശരി ഓക്കെ, സംഭവിച്ചെന്ന് പറയണം. പിന്നീട് അവരങ്ങോട്ട് തുള്ളിക്കളിച്ചങ്ങോട്ട് വരുവാണ്. അങ്ങനെ തുള്ളിക്കളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, അതെ, നല്ല രസിപ്പിക്കുന്ന പുലികളാ ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ രസിപ്പിക്കാറുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്ന് പറയണം. പിന്നീട് കാഞ്ചനയുടെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ടൊരു പുലി ഡാൻസ് കളിക്കുകയാണ് അവർണിക. അങ്ങനെ ആ ഡാൻസ് കഴിഞ്ഞ് പെട്ടെന്ന് അജാസ് അവർണേനെ അടിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യണം, അധികം കിടന്ന് ചാടണ്ട, വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറയാം. അതൊക്കെ ഞാൻ നോക്കി കളിച്ചോളാന്ന് പറയണം. അങ്ങനെ അവര് തകൃതിയായിട്ട് ഡാൻസ് കളിക്കാം. അപ്പൊ അവരോടൊപ്പം കാഞ്ചനയും കൂടെ കൂടി ഡാൻസ് കളിച്ച് അവസാനം അവർ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് മാറിപ്പോവാണ്. നേരെ പോകുന്ന ഗോവിന്ദന്റെ ഗീതുവിന്റെ റൂം തേടിയാ. ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂം നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് മുഖംമൂടി വെച്ചിരിക്കുന്നതുകൊണ്ട് എവിടെ എന്താണെന്ന് അറിയത്തില്ലോ. മുഖംമൂടി മാറ്റാൻ്റെ ഒരു പേടി. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടുപോകുമല്ലോ. പിന്നെ കുറെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുഖംമൂടി അങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, അല്ല, റൂം നമ്പർ എവിടെയാ, എങ്ങനെയാന്ന് കണ്ടുപിടിക്കും? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, റൂം നമ്പർ അറിയാലോ, അങ്ങോട്ട് പോവാന്ന് പറയാണ്. അതെ, ആ മുഖംമൂടി വെച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ പ്രശ്നമാവെന്ന് പറയാണ്. പിന്നീട് ആ പറഞ്ഞ മുഖത്തേക്ക് മുഖംമൂടി വെക്കുക. അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗീതവും ഗോന്തും ഇതുവരെയായിട്ട് അജാസിനെ അപർണയെ കണ്ടില്ലോ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക. പിന്നീട് ഗോവിന്ദ് ഗീതുവിന്റെ അരിയിലേക്ക് വരുവാണ്. ഇത്ര സമയമുണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ, ഇത് കേട്ടൻ ഗീത വെച്ചു, സമയമുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്താ ആദ്യ രാത്രി ആഘോഷിക്കാനാണോ ചോദിക്കും. അല്ല, അത്രയൊന്നും ആഘോഷിച്ചില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും, ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ എന്നും ഇത് പറഞ്ഞിട്ട് ഗീതുവിന്റെ അരിയിലേക്ക് ഗോവിന്ദ് വരുവാണ്. ഗോവിന്ദ് വന്നിട്ട് ഗീതുവിന്റെ മുട്ടി ചേർന്നങ്ങോട്ട് നിന്നു. പെട്ടെന്ന് ഗീത പറഞ്ഞു, എന്താ ഉദ്ദേശം? വരണേട്ടൻ ഇന്നലെ പാലിനകത്ത് പൊടി കളി കൊടുത്ത പോലെ ഞാനും കളക്കി തന്നോ? ഒരു ഗ്ലാസ് ചൂട് പാലും കൂടെ വെക്കട്ടെ എന്ന് ചോദിക്കണം. ഇത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു, നല്ലൊരു സമയത്ത് ഇങ്ങനത്തെയുള്ള വർത്താനങ്ങളൊന്നും പറയല്ലേ ഗീതു, നല്ല റൊമാൻറ്റിക് ആയിട്ട് ഞാൻ വരുവാന്ന് പറയണം. പിന്നീട് ഗീതുവിന്റെ അരിയിലേക്ക് വന്നിട്ട് ഒരു ഉമ്മ തരാം. ഇത് കേട്ടൻ ഗീതു, വേണ്ട, അതൊന്നും വേണ്ടാന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നിന്നോടല്ലാതെ മറ്റാരോടും പോയി ചോദിക്കാൻ പറ്റില്ലോ എന്നും പറഞ്ഞിട്ട് ഗീതുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഗീതുവിന്റെ ഭിത്തിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ ചുണ്ടിൽ ഉമ്മ വെക്കാനായിട്ട് ഇങ്ങനെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഉമ്മ വെച്ചില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കഥവും തുറന്നുകൊണ്ട് അജാസോ ഓർണിയും കൂടെ കയറി വരുവാണ്. രണ്ടുപേരും വരുമ്പം കാണുന്ന കാഴ്ച ഒരു കിസ്സിങ് സീനാണ്.
പെട്ടെന്ന് അജാസും അപർണയും കൂടെ മുഖം തിരിച്ചു. ഇവരെ കണ്ടതും ഗീതവും ഗോവിന്ദും ഞെട്ടി. ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, അല്ല ഗീതുവിന്റെ കണ്ണിലൊരു കരട്, ഞാൻ ആ കരടൊന്ന് ഊതി മാറ്റുമായിരുന്നു പറയും. ഗീത പറഞ്ഞു, ആ ശരി ശരി, ഒരു വലിയൊരു കരടുണ്ടായിരുന്നു. ഇത് കേട്ടത് അപർണ പറഞ്ഞു, കരടിനൊക്കെയുള്ള സമയം ഞങ്ങൾ ഇനിയും തരാം, അതൊക്കെ പിന്നീട്, ഇപ്പൊ തൽക്കാലത്തേന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാൻ പറയാണ്. റൊമാൻറ്റിക് സീൻസിന് ഇനിയും സമയമുണ്ടെന്ന് പറയാം. പിന്നീട് അജാസ് പെട്ടെന്ന് കതവ് കുറ്റിയിട്ടിട്ട് ആ ഡ്രസ്സ് അങ്ങോട്ട് കൊടുക്കുവാണ്. ഡ്രസ്സൊക്കെ കൊടുത്ത് രണ്ടുപേരും ഡ്രസ്സ് മാറി ഇടുക. ഈ സമയത്ത് അപർണയോട് പറഞ്ഞു, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം റിസ്ക് എടുത്ത് നിങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? ഏയ് ഞങ്ങളെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ കണ്ടാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ല ആൾക്കാർ അപവാദം പറഞ്ഞുണ്ടാക്കല്ലേ? എന്ത് പറഞ്ഞുണ്ടാക്കി എന്താ കുഴപ്പമിരിക്കുന്നത്? ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു ത്രില്ലെന്ന് പറയണേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുന്ന ഞാനാ. എന്റെ മനസ്സിൽ എന്തെങ്കിലും സന്തോഷമൊക്കെ വേണ്ടേ? ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലൊരു സുഖം കിട്ടുന്നുണ്ട്, അറിയാവോ? ഇത് കേട്ടതും ഗോവിന്ദൻ, അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളെങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു പറയണം. പക്ഷെ പിടിക്കപ്പെട്ടാൽ എന്താ കുഴപ്പം? നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലെന്ന് ചോദിക്കും. അതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനകത്തൊന്നും ഒരു വലിയ കഥയില്ല അപർണികാന്ന് ഗീത പറയണം. ശരി, ഇനിയിപ്പോ സമയം കഴിയണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. ഇനിയിപ്പൊ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വന്നോളാം. അല്ല ബാഗുമായിട്ട് എന്തായാലും പുലികളിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലോ, നിങ്ങൾ ബാഗൊക്കെ ഇവിടെ വെച്ചേരെ, ബാഗുമായിട്ട് ഞങ്ങൾ വന്നോളാന്ന് പറയണം. പിന്നീട് ഗീതവും ഗോതും കൂടെ പുലി കളിച്ചോണ്ട് ഹാളിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ രാധികാമ്മ എല്ലാവരും നിൽപ്പുണ്ട്. അവരെ കണ്ടതും കോന്ത് പറഞ്ഞു, പെട്ടെന്ന് തോന്നുന്നു ദേ എല്ലാവരും നിൽക്കുന്നു പറയാം. ദേ നമ്മൾ പതറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും, നമുക്ക് കളിച്ചങ്ങോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചങ്ങോട്ട് വേണം. ഈ സമയം കാഞ്ചന പറഞ്ഞു, ദേ ആ പുലി വീണ്ടും വന്നു പറയാണ് കളിച്ചോണ്ട്. അങ്ങനെ അവരുടെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കളിക്കുവാണ്. പെട്ടെന്ന് കാഞ്ചനയ്ക്കൊരു സംശയം, ദേ ആ പെൺപുലി മുമ്പേ പോയ പെൺപുലിക്ക് കുറച്ചുകൂടെ വയറുണ്ടായിരുന്നു, അത് ഗർഭിണിയായിരുന്നു തോന്നുന്നു, ഇപ്പൊ വന്ന പുലിക്ക് വയറില്ലല്ലോ എന്ന് പറയണം. എവിടെയോ എന്തോ ഒരു മറിമായം. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കുന്നത് കാഞ്ചനയ്ക്ക് എപ്പോഴും എന്ത് കണ്ടാലും ഭയങ്കര സംശയം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവരെ കുറെ സമയം കിടന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ വരുൺ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസയും കൊടുക്കുവാണ്. അതെ മതി കളിച്ചത്, അതെ നീക്കുള്ള ടിപ്സാ, എന്തേലുമൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞ ടിപ്പ് അങ്ങ് കൊടുക്കുവാണ്. ഇത് കേട്ടതും ഗീതു മനസ്സിൽ പറഞ്ഞു, പൈസ കൊടുക്കുന്നവന് തന്നെ പൈസ ടിപ്പ് കൊടുത്തേക്കുന്നു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് നടക്കുവാണ്. നടക്കണ സമയത്ത് രാധികാമ്മ വിളിച്ചു, ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണം. ഞെട്ടിപ്പോ ഇനിയിപ്പോ പിടിക്കാനാണോ പറയാൻ പറ്റില്ല. രാധികാമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഗീതു പറഞ്ഞു, തീർന്നു, നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനമായെന്ന് പറയണം. അങ്ങനെ രാധികാമ്മ അരിയിൽ എത്തിയിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ കളിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. അതെ പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈയിടെ കല്യാണം കഴിച്ചവരാന്ന് തോന്നുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഇവർ ഈയിടെ കല്യാണം കഴിച്ചോളെന്ന് പറയാം. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ തന്നെ ഇനിയും കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി നല്ല സന്തോഷകരമായിട്ട് കുറെ വർഷങ്ങൾ നിന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുവാണ്. ഈ സമയം ഗീതവും ഗോതും രാധികാമ്മയുടെ കാലിലേക്ക് വീണു. എന്നിട്ട് ഗോവിന്ദ് പറഞ്ഞു, ശരി രാധികാമ്മ എന്ന് പറയാണ്. പെട്ടെന്ന് ഗീത ഒന്ന് ഞെട്ടി, ദൈവമേ രാധികാമ്മ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഈ പേരെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാല്? രാധികാമ്മ പെട്ടെന്ന് ഒന്ന് ആലോചിച്ചു, എന്റെ പേരോ? ഈ സമയം കാഞ്ചന പറഞ്ഞു, അല്ല രാധികാമ്മയാന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കാം. തീർന്നു, എന്താ ചെയ്യണ്ടേ? ഗീതു പതുക്കെ പറഞ്ഞു, ഇനിയിപ്പോ അനുഭവിച്ചോ, ഇനിയിപ്പോ മിക്കവാറും നമ്മളിവിടെ പിടിച്ചെടുത്തും, ഇവര് തിരിച്ചറിയൂന്ന് പറയണം. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ ഗീതു, അബദ്ധം എല്ലാം കൊണ്ട് ഉടച്ച് കളഞ്ഞില്ലേ, കാരണം പഠിക്കെ കൊണ്ട് കല ഉടയ്ക്കാന്ന് പറഞ്ഞ അവസ്ഥയായി പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിക്കപ്പെട്ടത് തന്നെ. പെട്ടെന്ന് രാധികാമ്മ ചോദിച്ചു, ശരിയാ എന്റെ പേരെങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കും. ഇത് കേട്ടൻ ഗീതവും കോന്നും പതറി നിൽക്കുവാണ്. പെട്ടെന്ന് മാനേജർ ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ വരുന്ന ഗസ്റ്റിന്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്കത് മനസ്സിലായെന്ന് പറയണം, രാധികാമ്മേനെ മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടതും കാഞ്ചന, ആഹാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയൊക്കെ അറിയായിരിക്കുമല്ലോ എന്ന് പറയാം. അതെ എല്ലാവരുടെയും പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അറിയായിരിക്കുമെന്ന് പറയാം. പെട്ടെന്ന് വരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളെ അറിയാമെങ്കിൽ ഇവരെ നമുക്കും ഒന്നും അറിയണ്ടേ അമ്മയെന്ന് ചോദിക്കുക. എന്താണ് നീ പറഞ്ഞേ? അല്ല ഇവരാരാന്ന് നമുക്കും അറിയണ്ടേ, ഇവരുടെ മുഖം മൂടി ഒന്ന് മാറ്റട്ടെ, നമ്മൾ ഇവരുടെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, ഇവിടുന്ന് ഓടിയാലും ചോദിക്കാം. ഗീത പറഞ്ഞു, ആ ഓട്, നല്ല കഥയായിപ്പോയി, ഓടിയിട്ട് ആ കായലിലേക്ക് പോയി എടുത്തി ആടാന്ന് പറയാം. ഈ സമയം രാധിക പറഞ്ഞു, ശരിയാ നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവരുടെ മുഖവും നമുക്കൊന്ന് കാണാം എന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് മുഖം മൂടി മാറ്റാനായിട്ട്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, പെട്ടു, നമുക്കിനി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പൊ രാധികാമ്മ ഒന്ന് മുഖം മൂടി മാറ്റി നോക്കും, നമ്മളെ കാണും, നമ്മുടെ കയ്യോടെ പൊക്കും, എല്ലാവരുടെയും മുന്നിൽ നാണം കിടും, ഈ ഒരു വിചാരമായിരുന്നു. അങ്ങനെ രാധികാമ്മ അടുത്തേക്ക് വരുന്നു. അപ്പൊ ഗീത, ദൈവമേ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വന്നാൽ മതിയായിരുന്നു, അങ്ങനെ അവിടെ തിരിക്കുകയാണ്. ഈ സമയത്ത് കിഷോർ കായലൊക്കെ നീന്തി കടന്ന് അവിടെ എത്തി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടെ റൂമൊന്നും അറിയത്തില്ല.
അവരിവിടെ എവിടെയോ ഏതോ റൂമിനകത്തുണ്ട്. അപർണയ്ക്കും അജാസും എവിടെയാന്ന് കണ്ടെത്തണമെന്ന് കരുതി അങ്ങോട്ട് വരുവാണ്. ഈ സമയം രാധികാമ്മ മുഖംമൂടി പൊക്കാനായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ എത്തിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. വൈകുന്നേരത്തെ പ്രമോ വിശേഷം വരുമ്പോൾ അറിയാം ഇനി രക്ഷപ്പെടുവോ അതോ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് രക്ഷിക്കുവോ, രാധികാമ്മ പിടിക്കുവോ എന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.